പുലിവാല് എലി ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. കട്ട് ചെയ്തപ്പോ കണ്ടില്ല, എന്തോ വായി ഈ ചോര അത് പോരാ, കണ്ട ബ്ലഡ് ആണത്. സാധാരണ നമ്മ പുറത്തുനിന്ന് മുറിച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോവാൻ മെഷീൻ കയറി പോവാൻ ഭയങ്കര പാടാ. കയ്യോ കാലോ എന്തോ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ പോവാന്. പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു മാഞ്ചിയം കഴിഞ്ഞാൽ 2 വീഡിയോ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു മാഞ്ചിയത്തിൻ്റെ പണി ഇപ്പോൾ അതാണ്. അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉണ്ട്, നല്ല ഉയരമുണ്ട്, കൊമ്പുകൾ കുറച്ചധികം ഉണ്ട്. വേറെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. കുറച്ച് വള്ളി ഇതൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്, അത് മാത്രമേ നോക്കാനുള്ളൂ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പുറത്തായിട്ടൊരു മതിലുണ്ട്, കുറച്ച് നീങ്ങിയിട്ടാണ്. കൊമ്പ് വീഴുമ്പോഴത് മാത്രമേ നോക്കാനുള്ളൂ. നല്ല നീളമാണ് കൊമ്പുകൾക്കൊക്കെ, അത് മാത്രമുള്ള പണിയാണല്ലോ എൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നേരെ നമുക്ക് ആ പണികൾ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. കൊമ്പക്ക് തൈയുടെ കൊമ്പിലേക്ക് പോവോ? ല്ലേ അപ്പുറത്തെ കുറച്ച് വള്ളി കയറിയിട്ടുണ്ടായുള്ളൂ. അല്ലെങ്കിൽ ആകെ പണി കിട്ടിയേനെ.
പറഞ്ഞിറങ്ങി അടിക്കണോ? മരത്തിന്റെ തലഭാഗം ഇതിന്റെ കൊമ്പ് തലഭാഗം വെയിറ്റ് വന്നിട്ട് പിരിഞ്ഞതാണ് ഈ കാണുന്നത്, എന്നിട്ട് പൊളിഞ്ഞതാണ്. ഇത് ശരിക്കും ലോഡ് വന്നിട്ട് വെയിറ്റ് ഇങ്ങനെ നിന്ന് കാറ്റത്തങ്ങാണ്ട് പിരിഞ്ഞ് നല്ല സൈസിൽ അപ്പുറം ഉണ്ട്, രണ്ട് സൈഡും പൊളിഞ്ഞ് ഫുള്ളായിട്ട്. കൊണ്ടിട്ടുണ്ട്, കയ്യോ കാലോ എന്തോ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ പോവാ, ഇനി വേറെ ഉണ്ടായി അതിന്റെ ഉള്ളില് ഈ ചോര. അത് പോരാ, കണ്ട ബ്ലഡ് ആണത്. പുലിവാല് എലി ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. കട്ട് ചെയ്തപ്പോ കണ്ടില്ല, എന്തോ ഭാഗ്യം ഒന്നും പറ്റിയിട്ടില്ല, അത് ഇറങ്ങി ഓടി. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഇറങ്ങി പോയത്. എന്തോ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നുണ്ട്.
ഒരു എലി അതിൻ്റെ ഉള്ളിൽ എലി ഉണ്ടായി. ആ അത് വീണിട്ടും അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നത് എന്ത് ഇരിപ്പണ്. ഒന്നില്ലെങ്കിൽ ടൈറ്റ് ആയിട്ടാ അങ്ങനെ പെട്ടതാവും ഇറങ്ങാൻ പറ്റാണ്ട്. ആ ഗ്യാപ്പ് വന്നപ്പോ ചാടിയേക്കണാണ്. അപ്പൊ വീണപ്പോഴേ ചവിട്ടണ്ട. ആ വലിയ എലി എന്താ ഭാഗ്യം തല പോവാൻ. അത് ഇറങ്ങി ഓടി. ആ മറിച്ചിട്ട ഒരിത്തിരി ബ്ലഡ് ഉണ്ട്. മരത്തിന്റെ കട പണിയുമ്പോ മുമ്പ് വീടിയ പറഞ്ഞ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് കയറ്റിങ് ആയിട്ട് പോയാൽ എളുപ്പമാണ്. മരം മുറിഞ്ഞ് കയറി പോകാൻ സുഖമാണ്. ഇങ്ങനെ നമ്മ വട്ടം ഉള്ളിന്ന് കയറ്റി മുറിച്ച് വരുമ്പോ വേഗം മുറിയും. സാധാരണ നമ്മ പുറത്തുനിന്ന് മുറിച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോവാൻ മെഷീൻ കയറി പോകാൻ ഭയങ്കര പാടാ. മൂർച്ച വേഗം പോവുകയും ചെയ്യും. തടി വീണ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേര് ഒതുക്കാൻ നല്ല സുഖമാണ്. സാധാരണ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ചെയ്യണതിനേക്കാളും എളുപ്പമാണ്. വീണ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കൂടെ ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ മാഞ്ചിയത്തിൻ്റെ പണി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അതിന് പണി അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കൊമ്പ് നല്ല നീളത്തിൽ വെച്ച് വിടാവുന്നത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും കയറിന് ഇറക്കാനോ മറ്റുള്ളതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ തന്നെ വേഗം തന്നെ പറഞ്ഞേരം കൊണ്ട് തന്നെ പണിയും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കണം. ഇത് വേണ്ടിയില്ല പറഞ്ഞാൽ നല്ലൊരു കാവാണിത്. അതിൻ്റെ ഉള്ളിൽ കാവ് നാഗത്തിൻ്റെ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്നും മുറിക്കാനില്ല. നമ്മൾ മുറിക്കൽ ഇപ്പോൾ മാഞ്ചിയം അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പൊരിമങ്ങുണ്ട്. അവിടെ പൊരിമങ്ങെന്ന് പറയുമ്പോൾ അതിന് എന്തുട്ടോ വേറെ എന്താ ഇവിടെ പൊരിമങ്ങെന്നാണ് അത് പറയാം. നിറയെ മൊരിയായിട്ടുള്ള മരത്തും തടിമൽ ആ സാധനം അത് കഴിഞ്ഞിപ്പോൾ കയറിടാം. അങ്ങനെ കപ്പിട്ട് പിടിച്ച് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മറിക്കാം. അതുള്ള ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് എന്തോ ചെറുതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എടുത്തിരും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ പോലെ